എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് ഓയിലി സ്കിൻകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഓയിലി സ്കിൻകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെയിലി സ്കിൻ കെയർ റുട്ടീനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓയിലി സ്കിന്നുള്ളവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്കിന്ന് ഭയങ്കരമായിട്ട് ഓയിലി ആകുന്നു. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്കിന്നിലുള്ള പോസിലൊക്കെ ഈ എണ്ണമയോ അഴുക്കും എല്ലാം കൂടെ അടിഞ്ഞു കൂടിയിട്ട് അത് പിന്നെ പിമ്പിൾസ് ആയി മാറും അല്ലേ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഓയിലി സ്കിന്നുള്ളവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലും നോക്കുന്നത് സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലെ കൺട്രോൾ ചെയ്യുക, എന്നാൽ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആകാനും പാടില്ല, സ്കിന്നിൻ്റെ ആ ഒരു ഈർപ്പം നിലനിൽക്കുകയും വേണം അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ആക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് ഫേസ് ക്ലെൻസിങ് ആണ്. അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് വാഷ് ആവശ്യമാണ് അല്ലേ. സ്കിന്നിലുള്ള എക്സസ് ഓയിലിനെ മാറ്റണം, എന്നാൽ സ്കിന്ന് ഡ്രൈ ആകാതെ സ്കിന്നിന്റെ ഈർപ്പം നിലനിൽക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഫേസ് വാഷ് എന്ന് കാണിച്ചു തരാം. ഡെർമ കോയുടെ ഈ ഒരു 2% ഹൈലാക്യാലമൈൻ ഓയിൽ കൺട്രോൾ ഫേസ് വാഷ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ, ഇതിൽ നമ്മുടെ സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 കിടിലൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതിൽ 1% കാലമൈൻ അടങ്ങിയിട്ടുണ്ട്. ഈ കാലമൈൻ എന്ന് പറയുമ്പോൾ ഇതിൽ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള സുഷിരങ്ങളുണ്ടല്ലോ, ഇതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കും എണ്ണമയവും ഒക്കെ നീക്കം ചെയ്യാനും പിമ്പിൾസ് വരുന്നത് തടയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് 1% ഹൈലുറോണിക് ആസിഡ് ആണ്. ഹൈലുറോണിക് ആസിഡ് എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇതിൽ 1% നിയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ആക്നെ, സ്കാർസ്, ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ആക്കാനും ക്ലിയർ ആക്കാനും ഈവൻ ടോൺ ആക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ 3 കിടിലൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് വെറ്റ് ആക്കുക, അതിനുശേഷം ഇതിൽ നിന്നും ഫേസ് വാഷ് എടുക്കുക, ദെൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം വാഷ് ചെയ്യുക, ദെൻ പാറ്റ് ഡ്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഓയിലൊക്കെ മാറ്റും, എന്നാൽ സ്കിന്നിനെ ഡ്രൈ ആക്കത്തുമില്ല. ഇത് നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ആക്കി വെക്കാനും സ്കിന്നിൽ പിമ്പിൾസ് വരുന്നത് തടയാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, പാരബിൻ ഫ്രീ ആണ്, ഡൈ ഫ്രീ ആണ്, മിനറൽ ഓയിൽ ഫ്രീ ആണ്. ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. അപ്പോൾ മോയ്സ്ചറൈസർ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഓയിലി സ്കിന്നുള്ളവർക്ക് ഓൾറെഡി അവരുടെ സ്കിന്നിൽ നിന്നും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കൂടുതൽ സ്കിന്നിനെ ഓയിലി ആക്കും, വീണ്ടും പിമ്പിൾസും പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ വീണ്ടും ഒരു മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എക്സസ് ഓയിലിനെ കൺട്രോൾ ചെയ്യാനും സ്കിൻ നല്ല ഒരു മാറ്റ് ഫിനിഷ് ആക്കി വെക്കാനും സഹായിക്കുന്ന തരത്തിലുള്ള സാധനം യൂസ് ചെയ്യുക. അതിന് ഏറ്റവും നല്ലത് ഫേസ് ലോഷനാണ്. ഈ ഒരു 6% ഹൈലാക്യാലമൈൻ മാറ്റ് ഫേസ് ലോഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതും നമ്മുടെ സ്കിന്നിലെ എക്സസ് ആയിട്ടുള്ള ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മെയിനായിട്ട് നമ്മുടെ സ്കിന്നെല്ലാം മാറ്റ് ഫിനിഷ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൽ നമ്മൾ നേരത്തെ ഫേസ് വാഷിൽ പറഞ്ഞ സെയിം ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇതിൽ 5% കാലമൈൻ അടങ്ങിയിട്ടുണ്ട്, 1% ഹൈലുറോണിക് ആസിഡ്, അതുപോലെ തന്നെ 3% നിയാസിനമൈഡ്. ഈ 3 ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എക്സസ് ഓയിലിനെ കൺട്രോൾ ചെയ്തിട്ട് സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സും ആക്നെയും സ്കാർസും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കിന്നിനെ നല്ല ഈവൻ ടോൺ ആക്കി ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സാധാരണ നമ്മൾ കാലമൈൻ ലോഷനൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈ ആൻഡ് പാച്ചി ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരിക്കും തരുന്നത് അല്ലേ. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, നമ്മുടെ സ്കിന്നിനെ അങ്ങനെ ഭയങ്കര ഡ്രൈ ആക്കത്തൊന്നുമില്ല, നല്ലൊരു മാറ്റ് ഫിനിഷ് തരികയും ചെയ്യും, എന്നാൽ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അവരിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതും
ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, മിനറൽ ഓയിൽ ഫ്രീ ആണ്, ഡൈ ഫ്രീ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഇട്ടിട്ട് പുറത്തു പോകാനും പറ്റും. കാരണം ഇതിൽ SPF 20 ഉണ്ട്. അപ്പം UVA ആൻഡ് UVB എന്നൊക്കെ വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടെ ഇതിലുണ്ട്. അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് പുറത്തു പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെർമ കോയുടെ ഈ പ്രോഡക്ട്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഡെർമ കോയുടെ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, ഇവിടെ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടിൽ ഇത് കിട്ടുന്നതായിരിക്കും. ഡെർമ കോയുടെ എല്ലാ പ്രോഡക്ട്സും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. നിങ്ങളിപ്പോൾ ഡെർമ കോയുടെ സൈറ്റിൽ നിന്നാണ് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്നും ഒരു പ്രോഫിറ്റ് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ മാറ്റി വെക്കുന്നുണ്ട്, അലോങ് വിത്ത് ഭൂമി. അങ്ങനെ ഒരു കൊല്ലം ഒരു 10,000-ലധികം കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നൽകുന്നു എന്നുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിളായ കാര്യം കൂടെ ഡെർമ കോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കും അതിലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം നല്ലൊരു ഫേസ് ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക, ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടുന്നത് ഒന്നുകിൽ കടലമാവ് എടുക്കുക, അല്ലെങ്കിൽ മസൂർ ദാൽ പൗഡർ എടുക്കുക. മസൂർ ദാൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചുമന്ന പരിപ്പുണ്ടല്ലോ. അപ്പോൾ ഇതിലേതെങ്കിലും എടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് പൊട്ടറ്റോ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ നീരത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രേറ്ററിൽ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുക. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, കടലമാവിലോ അല്ലെങ്കിൽ മസൂർ ദാലിലേക്ക് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് തക്കാളിയുടെ ആ ഒരു പൾപ്പാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പ്രത്യേകമായിട്ടൊരു അളവൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങളുടെ ഫേസിലും നെക്കിലും കൈകളിലും എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കാം. ഓക്കെ, പൊട്ടാറ്റോ ജ്യൂസ് എടുക്കുന്നതിൻ്റെ ഒരു പകുതി പോർഷൻ ടൊമാറ്റോ പൾപ്പ് എടുക്കുക. ഓക്കെ, അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കടലമാവ് അല്ലെങ്കിൽ മസൂർ ദാൽ പരിപ്പ്, മസൂർ ദാലിൻ്റെ പൗഡർ, അതുപോലെ പൊട്ടാറ്റോ ജ്യൂസ്, ടൊമാറ്റോ പൾപ്പ്, ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിലും നെക്കിലും കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പാക്കാണ് ഇത്. നമ്മളെ ഫേസിൽ പിമ്പിൾസ് വന്നിട്ട് ഉണ്ടാകുന്ന ആ ഒരു സ്കാർസ്, ആക്നെ, ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ പോലെ വരാറില്ലേ, അതൊക്കെ മാറ്റിയെടുക്കാനും അടിപൊളി സാധനമാണിത്. നിങ്ങൾ ഒരു 2 വീക്സ് അടുപ്പിച്ച് ഞാൻ ഈ പറയുന്ന ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.